ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജില്ലാ നേതൃയോഗം ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പരിപാടി DMS സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇടുക്കി ജില്ലയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും പിന്നോക്ക വിഭാഗം ആളുകളുടെ മുന്നേറ്റത്തിനായി പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റിയാണ് ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി. ഇടുക്കി ജില്ലയിൽ ഇതിനോടകം തന്നെ 200ഓളം യൂണിറ്റുകളാണ് രൂപീകരിച്ചിരിക്കുന്നത്. പ്രധാനമായ കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്ത്രീജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനം, കുടുംബങ്ങളുടെ ഐക്യം എന്നിവയാണ് സൊസൈറ്റി ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാ തരത്തിലും എത്തിക്കുവാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ നേതൃയോഗം ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ കൺവീനർ S. രാജൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ DMS ജനറൽ സെക്രട്ടറി KN മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. 100 യൂണിറ്റുകൾ ഉണ്ടാകണമെന്നുള്ളത് നമ്മുടെ ജില്ലയിൽ നമുക്കൊരു ബാങ്ക് വഴിയുള്ള ശതമാനം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് 20,000 രൂപ അല്ലെങ്കിൽ 100 യൂണിറ്റുകൾ കൊടുക്കുമ്പോൾ ഒരു 20 ലക്ഷം രൂപ മൂല്യം നമുക്ക് അക്കൗണ്ട് ഉണ്ടാകുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ 3 ഓഡിറ്റിംഗ് കഴിയുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ നമ്മുടെ 100 യൂണിറ്റ് എന്നുള്ളത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ നേതാക്കളെ ജോൺസൺ മറ്റു നേതാക്കന്മാരല്ല നേതാക്കളടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് 100 യൂണിറ്റ് നമുക്ക് ഇടുക്കി ജില്ലയിൽ 200 യൂണിറ്റിന് മുകളിൽ കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ പണി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ. യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP ജോസഫ്, ട്രഷറർ ബൈജു, ഭാരവാഹികളായ ജോമോൻ, സെൽവി, CK ബിന്ദു, താലൂക്ക് കൺവീനർ ജോൺസൺ എന്നിവർ സംസാരിച്ചു. നേതൃയോഗത്തിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 500ഓളം സംഘാംഗങ്ങളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.